മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമകൾ അവയുടെ സ്റ്റോറി ലൈൻ കോപ്പിയടിയാണെന്ന് വെളിപ്പെടുത്തുന്ന വീഡിയോ മുൻപ് ചെയ്തിരുന്നു. അതിൻ്റെ 3-ാം പാർട്ടാണ് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ സിനിമ 1983 ഇറങ്ങിയ എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്. ബേബി ശാലിനിയുടെ കുട്ടിത്തത്തിൽ മയങ്ങി കേരള ജനത ഒന്നടങ്കം ഏറ്റെടുത്ത ചിത്രം. ഈ ചിത്രം 1982 ഇറങ്ങിയ ആനി എന്ന ചിത്രത്തിൻ്റെ കോപ്പിയടിയാണ്. Well, Mr. Warbucks likes cheeky orphans. I assume that your resistance has something to do with Mr. Donatelli and the abortive new... അടുത്ത ചിത്രം 2004 പുറത്തിറങ്ങിയ കാഴ്ച. നമ്മുടെ കണ്ണിനെ ഈറനണിയിച്ച ബ്ലെസി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വന്ന ചിത്രം. ഈ ചിത്രം 1989 ഇറങ്ങിയ ഇറാനിയൻ ചിത്രം ബാഷു ദ ലിറ്റിൽ സ്ട്രേഞ്ചർ എന്ന ചിത്രത്തിന്റെ കോപ്പിയാണ്. أنا كيمي مورغانة شو ما تجيدي؟ ما أدري مورغانة أنا كيمي مورغانة شو ما تجيدي؟ دحروية ها؟ دحروية إيه ها مورغانة دحروية അടുത്ത ചിത്രം 2003 ഇറങ്ങിയ പട്ടാളം. ചിത്രം 2001 ഇറങ്ങിയ ക്യാപ്റ്റൻ കോറലീസ് മാൻഡലിൻ എന്ന ചിത്രത്തിന്റെ കോപ്പിയാണ്. A stranger came. I'm Captain Antonio Corelli. If you could tell me where I'm going to sleep. In my daughter's room. But where will your daughter sleep? It's none of your business where I sleep. അടുത്ത ചിത്രം 1986 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ഈ ചിത്രം 1931 ഇറങ്ങിയ ചാർലി ചാപ്ലിൻ ചിത്രം സിറ്റി ലൈറ്റ്സിന്റെ കോപ്പിയാണ്. അടുത്ത ചിത്രം 1986 ഇറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ. ഈ ചിത്രം 1985 ഇറങ്ങിയ വിറ്റ്നസ് എന്ന ചിത്രത്തിന്റെ കോപ്പിയാണ്. അടുത്ത ചിത്രം 1991 ഇറങ്ങിയ പ്രിയദർശന്റെ എക്കാലത്തെയും കോമഡി ചിത്രം കിലുക്കം. 500 രൂപയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. ഈ ചിത്രം 1953 ഇറങ്ങിയ ഇറ്റാലിയൻ ചിത്രമായ റോമൻ ഹോളിഡേ എന്ന ചിത്രത്തിന്റെ കോപ്പിയാണ്. Audrey Hepburn now welcomes you to Rome as the captive princess who goes out on the town to have some fun, with Greg as the bewildered bachelor who winds up with a royal blood. And what a holiday, a Roman holiday, when all the things happen you'd always hoped for on the happiest day of your life. Fun on the run.
as the princess gives Greg a regal and highly illegal scoot around. അടുത്ത ചിത്രം 1989 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം വന്ദനം. എന്നോട് പറ ഐ ലവ് യു. ഈ ചിത്രം 1987 ഇറങ്ങിയ സ്റ്റേക്ക് ഔട്ട് എന്ന ചിത്രത്തിൻ്റെ കോപ്പിയാണ്. Disgusting. I hate this job. It was just a routine stakeout until Was supposed to be watching the house, right? So I was. ഇനി അടുത്ത ചിത്രം 1990 ഇറങ്ങിയ തൂവൽ സ്പർശം. ഈ ചിത്രം 1987 ഇറങ്ങിയ 3 Man and a Baby എന്ന ചിത്രത്തിൻ്റെ കോപ്പിയാണ്. All over this place for days. I build 50-story skyscrapers. I assemble cities of the future. I can certainly put together a diaper. Will somebody please tell me what the hell is going on around here? Figure it out for yourself. Are they always this strange? Yes. അടുത്ത ചിത്രം 1992 ജോണി വാക്കർ. You don't know the fundamentals of economics. I am talking about the baselessness of the fundamentals of economic science. ഈ ചിത്രം 1986 ബാക്ക് ടു സ്കൂൾ എന്ന ചിത്രത്തിൻ്റെ കോപ്പിയാണ്. who's getting some class. I'm going to college. What? Hey, boys, here's a couple of pens in case you learn how to write, okay? Say it! Good teacher. He really seems to care. About what, I have no idea. Hey, a little something for the kids, okay? Take that, it's okay, huh? I don't have any kids. No, kids, we're here. Get yourself some kids. We're here. Take it. അടുത്തത് 1986 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം താളവട്ടം. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു നോക്കി. എന്റെ അവിടെ ഇവിടെയൊക്കെയല്ലേ വന്നിരിക്കുന്നത് അവന്റെ അപ്പ സമ്പാദിച്ച സ്ഥലം പോലെ. ആര്? ഈച്ച. ജതഞ്ഞടിഞ്ഞു കിടക്കുന്ന ഈച്ച പന്ന റാസ്കൽ. ഈ ചിത്രം 1975 ഇറങ്ങിയ വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ കോപ്പിയാണ്. Change never hurt, huh? Little variety. I want something done! I think he's dangerous. Jesus, I mean, you guys do nothing. ഈ വീഡിയോയിൽ ഏത് സിനിമയാണ് കോപ്പി എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ഞെട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കോപ്പി എന്ന് ഞാൻ പറയുന്നത് സിനിമയുടെ കഥ അതേപോലെ എടുത്തു വച്ചിരിക്കുന്നതിനെയാണ്, അല്ലാതെ സിനിമയുടെ സീനുകളല്ല. സിനിമയുടെ സ്ക്രിപ്റ്റ് അത് മലയാളികൾക്ക് വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് എടുക്കുന്നതാണ്. പല സിനിമകളും ഒറിജിനലിനേക്കാൾ മികച്ചതാക്കാനുള്ള കഴിവ് നമ്മുടെ സംവിധായകർക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.